കോയിന്റെ മുകളിൽ ഫിംഗർ വെച്ചിരിക്കുന്ന ആ വ്യക്തി തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. അത് അയാൾ അറിയാത്തൊരവസ്ഥയാണ്. ഇഡിയോ മോട്ടോർ എഫക്ട് എന്നാണ് അതിനെ പറയുന്നത്. നമ്മുടെ ബ്രെയിൻ നമ്മളറിയില്ല, നമ്മളാണ് ആ കോയിനെ മൂവ് ചെയ്യിക്കുന്നത്, നമ്മൾ അറിയാത്തൊരവസ്ഥ. ഇന്ന് പലരും 1000 രൂപ മുതൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പഠിക്കുന്നവരിൽ എത്ര ആളുകൾ ഇത് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാജിക്കിന്റെ ഹിസ്റ്ററിയും ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചിറങ്ങി കഴിഞ്ഞാൽ അനന്തമായ സാധ്യതകളുള്ള വലിയൊരു മേഖലയാണ് മാജിക്. അബുദാബിയിൽ ഞാൻ ഷോ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ മനസ്സിൽ വിചാരിക്കാനുള്ളൊരു നിർദ്ദേശം കൊടുക്കും. അപ്പോൾ വന്ന ഒരു ലേഡി ആയിരുന്നു. അങ്ങനെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ അവർ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അവർ വിചാരിച്ചത് ആക്ച്വലി അവരുടെ മരിച്ചുപോയ മകനായിരുന്നു. മലയാളി ഓഡിയൻസ് സിനിമയിലൂടെ കംപ്ലീറ്റ്ലി ഒരു മെന്റലിസ്റ്റിനെ കാണുന്നത് നമ്മുടെ പ്രേതം സിനിമയില്. അതിനകത്ത് കാണിക്കുന്ന ഒരു മെന്റലിസ്റ്റ് അത് കംപ്ലീറ്റ്ലി 100% റിയൽ മെന്റലിസ്റ്റ് ലൈഫുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുമോ? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമ്മൾ ഈ ഓജോ ബോർഡൊക്കെ ഇല്ലേ, പലരും കണ്ടിട്ടുണ്ട്. ഓജോ ബോർഡ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കോയിൻ നീങ്ങും എന്ന് പറയുന്നവരുണ്ട്, വെറുതെയാന്ന് പറയുന്നവരുണ്ട്. ഇൻ കേസ് അങ്ങനെ നീങ്ങും അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വീഡിയോസ് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതും ഈ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് ട്രിക്ക് തന്നെയാണോ? അതെ, ആ കോയിന്റെ മുകളിൽ ഫിംഗർ വെച്ചിരിക്കുന്ന ആ വ്യക്തി തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. അത് അയാൾ അറിയാത്തൊരവസ്ഥയാണ്. ഇഡിയോ മോട്ടോർ എഫക്ട് എന്നാണ് അതിനെ പറയുന്നത്. നമ്മളറിയില്ല, നമ്മളാണ് ആ കോയിനെ മൂവ് ചെയ്യിക്കുന്നത്, നമ്മൾ അറിയാത്തൊരവസ്ഥ. ഇത് ഇപ്പോൾ ഹിപ്നോട്ടിസം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അതേ രീതിയിൽ തന്നെ ഇത് എല്ലാവരിലും വർക്കൗട്ട് ആവില്ല. അന്ധമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരാൾക്ക്, അതായത് മറ്റോ പല ആളുകളുടെയും സജഷൻ ബ്രെയിൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്തപ്പോൾ കോയിൻ മൂവ് ചെയ്തു, ഞാൻ ചെയ്തപ്പോൾ കോയിൻ മൂവ് ചെയ്തു എന്ന് ഇയാൾക്ക് അത്ര വിശ്വാസമുള്ള ഒരാൾ പറയാണ്, നീ ഇതൊന്ന് ചെയ്തു നോക്ക്, ഞാൻ ചെയ്തപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തു, അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് ആ സജഷൻ ഇവർ സ്വീകരിച്ചിട്ട് ഇത് സംഭവിക്കും എന്ന പ്രതീക്ഷയിൽ കളിക്കുന്ന ഒരാളുടെ ബ്രെയിൻ അവരെ കബളിപ്പിച്ചിട്ട് അവർ തന്നെ അതെല്ലാവരിലും പറ്റില്ല. ഇതിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരാൾ ഇനി ഫിംഗറല്ല എന്തൊക്കെ കൊണ്ടുപോയി ഇതേ രീതിയിൽ ചെയ്താലൊന്നും ഒരിക്കലും സംഭവിക്കില്ല, അത് മൂവ് ചെയ്യില്ല. ഇതും ഈ ഒരു സംഭവം തന്നെയാണ്. ഇഡിയോ മോട്ടോർ എഫക്ട് എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ഇഡിയോ മോട്ടോർ എഫക്ട് ഒരാളുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥയാണത്. ഞാനാണ് കോയിൻ മൂവ് ചെയ്തതെന്ന് ഞാൻ അറിയാത്തൊരവസ്ഥയാണത്. അതൊരു ബ്രെയിൻ ഗെയിം മാത്രമാണത്, അതല്ലാതെ മറ്റൊന്നുമല്ല. അതൊരു ടോയ് ആയിട്ട് ഇറക്കിയതാണത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ പാറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഇറക്കിയ ആളുകൾ മറ്റൊരാളിത് ഇറക്കിയതുമായി ബന്ധപ്പെട്ട് പാറ്റന്റിന്റെ വലിയ കോടിക്കണക്കിന് രൂപയ്ക്ക് കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണാം. അതൊരു ടോയ് ആയിട്ട് വന്നതാണത്. ഈ ഇവന്റ് ഒക്കെ സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റാൻഡംലി ഒരു ഓഡിയൻസിനെ നമുക്ക് അവിടുന്ന് പിടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവരായിട്ട് ഐ മീൻ നേരത്തെ പറഞ്ഞ ഹിപ്നോട്ടിസമാണോ പറഞ്ഞത്? ഹിപ്നോട്ടിസത്തിൽ നമ്മൾ ഒരു ബ്രെയിൻ ടെസ്റ്റ് കൊടുക്കും. അതിൽ നിന്ന് ഓക്കെ ആവുന്ന ആളുകളെ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ അവരുടെ കൺസെന്റ് എടുക്കും. എന്നിട്ട് തയ്യാറുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ലൈവ് പ്രോഗ്രാമിന് മുമ്പായിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. സ്റ്റേജിൽ വന്നതിന് ശേഷം ഇവർക്ക് ഒരു ബ്രെയിൻ ടെസ്റ്റ് കൊടുക്കും. സ്റ്റേജിൽ വെച്ചിട്ട് ഒരു ബ്രെയിൻ ടെസ്റ്റ് കൊടുക്കും. അപ്പൊ അതിൽ നമ്മൾ നോക്കും ആരൊക്കെയാണ് ആ ഒരു ബ്രെയിൻ ടെസ്റ്റിൽ ഇതാവുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കണം. മനസ്സിലാവും. അങ്ങനെ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 10-20 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. വീണ്ടും അതിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു 5 പേരാക്കും. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടുതലും കാണാൻ ഇഷ്ടമുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എങ്ങനെയാ? നമ്മുടെ യൂത്ത് ആളുകൾക്കാണോ, ജെൻസി കിഡ്സിനാണോ, അതോ കുറച്ചുകൂടി ഏജ് ഉള്ളവർക്കാണോ? എൻ്റെ ഓഡിയൻസ് കൂടുതലും ഒരു 90s കാലഘട്ടത്തിലെ ആളുകളാണ്. 90s, 80s, 70s കാലഘട്ടത്തിലെ ആളുകളാണ് എൻ്റെ ഓഡിയൻസ് കൂടുതലും. 2K കിഡ്സ് വളരെ കുറവാണ് എനിക്ക് ഓഡിയൻസ്. എന്ന് കരുതി അവർ ഇല്ല എന്നൊന്നുമല്ല, ഉണ്ട്. പക്ഷേ മെന്റലിസത്തിന് എപ്പോഴും ഒരു സെലക്റ്റീവ് ഓഡിയൻസ് ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കൂടുതലും ഈ പറഞ്ഞ പാട്ടിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും സിനിമയ്ക്കും ഒക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ളത് അതിനാണ്. മെന്റലിസത്തിന് വളരെ സെലക്റ്റീവായിട്ടുള്ള, കുറച്ച് ചിന്തിക്കുന്ന, കുറച്ച് റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളാണ് ഇതിൻ്റെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കടെ ഷോസ് നമ്മൾ കൂടുതലും ലൈവ് ഷോസ് ഇങ്ങനെ കാണുന്നത് അബ്രോഡ് ഉള്ളവരും വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് അത് കൂടുതൽ കാണുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ലൈവായിട്ട് യൂട്യൂബിലാണ് ഇത് സംഭവം കാണുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഓഡിയൻസ് കാണും. അപ്പോൾ അവർക്കൊക്കെ ഇത് എപ്പോൾ ഇപ്പം അടുത്തെങ്ങാണോ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഉണ്ടോ? ആക്ച്വലി കൂടുതൽ ഷോസും വിദേശത്ത് തന്നെയാണ്. വിദേശ മലയാളികളാണ് എന്നെ കൂടുതലും വിളിക്കാറും ബുക്ക് ചെയ്യുന്നത് അവർ തന്നെയാണ്. പിന്നെ നാട്ടിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വരുന്ന ഒക്ടോബർ 18-ാം തീയതി എറണാകുളം ചവറ കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ട് ഗംഭീര തിയേറ്ററാണത്. ആ തിയേറ്ററിൽ ഞാൻ പോയി കണ്ടിരുന്നു. ഗംഭീര തിയേറ്ററാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരിക. കാരണം ഈ വർഷം എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു ഷോ മാത്രമാണ് കേരളത്തിലുള്ളത്. ബാക്കിയെല്ലാം നവംബർ, ഡിസംബർ മാസങ്ങളിലെല്ലാം തന്നെ പിന്നെ വിദേശങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ഒക്ടോബർ 18-ാം തീയതിയാണ് ഇനി കേരളത്തിൽ ഷോ ഉള്ളത്. ഞാൻ ഓൾറെഡി ഇത് കണ്ടിട്ട് തന്നെ കിളി പോയിരിക്കുക. അപ്പോൾ അങ്ങനെ അതിപ്പോൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു തവണയെങ്കിലും
ഒന്ന് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ലൈവ് കാണുന്നതിനേക്കാളും ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണ് ഡയറക്റ്റ്. ഇത് നമ്മളിത് എന്താ പറയുക, മെൻ്റലിസത്തിന് എന്താ അതിന് പറയണ്ടേ, നമ്മളങ്ങനെ വിധേയരാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ജോലിക്കും ഇപ്പോൾ ഫിസിക്കലായിട്ട് ആക്റ്റീവ് ആവുന്ന ജോലികൾക്ക് മാത്രമല്ല നമ്മൾ ഡ്രെയിൻ ആവുന്നതും ക്ഷീണം വരുന്നതും ഒക്കെ. ഈ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഫുൾ സ്റ്റേജ് ഇവൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എന്താ പറയുക മെൻ്റൽ ഹെൽത്ത്, ബ്രെയിൻ ഡ്രെയിൻ ആവാറുണ്ടോ? ഭീകരമായിട്ട്. അത് ശരിക്കും എല്ലാ മെൻ്റലിസ്റ്റുകളും നേരിടുന്ന ഒരു വിഷയം തന്നെ ആയിരിക്കും തിയേറ്റർ ഷോ ചെയ്യുന്ന ആളുകൾ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിലൊരു ഉദാഹരണം കൂടെ പറയാം. ഞാനൊരു 2 ഷോ, ഒരു തിയേറ്റർ ഷോ 2 ഷോ നമ്മൾ, അതായത് സീറ്റ് കുറവായിരുന്ന ഒരു തിയേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ബുക്ക് ചെയ്തിരുന്ന ഒരു സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടിക്കറ്റ് സെയിലായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്ന് കൃത്യമായിട്ട് അവർ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ 2 ഷോ ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ 2 തവണ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ തിയേറ്ററിൽ സീറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 300-ൽ താഴെ സീറ്റേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ഷോ നടത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ ഷോ രാവിലെ ആയിരുന്നു, രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഷോ. അത് അവസാനിച്ച് പിന്നെ ഒരു 2 മണിക്കൂർ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ അടുത്ത ഷോ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ 2 മണിക്കൂർ ആ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തി നമ്മൾ അവരെ നിരാശരായിട്ട് മടക്കാൻ പറ്റില്ല. കാരണം പലരും പല ദൂരെ നിന്നൊക്കെ വന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവരും അടുത്ത് ഫോട്ടോ എടുത്ത് അപ്പോൾ വീണ്ടും നമ്മുടെ ഒരു 1.5 മണിക്കൂർ പോയി. പിന്നെ എനിക്ക് ആ ഒരു ഷോയ്ക്ക് പിന്നെ എനിക്ക് കിട്ടിയ ഒരു ടൈം എന്ന് വെച്ചാൽ അന്ന് റെഡി ആവാനായിട്ട് കിട്ടിയത് വെറും ഒരു 1/2 മണിക്കൂറിൽ താഴെ മാത്രമാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴേക്കും അടുത്ത ഷോയ്ക്കുള്ള ആളുകൾ റെഡിയായി നിൽക്കുകയാണ്, പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് കാണാൻ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ അധികം സമയം നമുക്ക് അവരെ വെയിറ്റ് ചെയ്ത് നിർത്താനും സാധിക്കില്ല. സോ പെട്ടെന്ന് തന്നെ ഷോ തുടങ്ങേണ്ടതായിട്ട് വന്നു. ഈ ഷോയിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു 2-3 എഫക്റ്റ് ഫ്ലോപ്പായി പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർഡറൊക്കെ തെറ്റി, എൻ്റെ ഡ്രെയിൻ ആയിപ്പോയി. എനിക്ക് എൻ്റെ തന്നെ എനിക്ക് അതിൻ്റെ ഹാങ് ഓവർ മാറാതെയാണ് ഞാൻ ഇതെടുത്ത് ചെയ്തത്. അതിനുശേഷം അതായത് ഇപ്പോൾ ഒരു 1, 2, 3 എന്നുള്ളൊരു ഓർഡർ ഉണ്ടായിരുന്നു അതിൽ. അത് എൻ്റെ ഷോയിൽ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. 1, 2, 3 അത് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. 1, 2, 3 ഐറ്റം ഫ്ലോപ്പായി പോയി. മനസ്സിലായി. ഒരു 10-15 മിനിറ്റ് ആളുകൾ സ്റ്റേജിൽ കൊണ്ട് ചെയ്ത ഒരു എഫക്റ്റാണ് അതിൽ. 1, 2, 3 എന്നുള്ള ഉണ്ട്. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ ഇവിടുന്ന് തുടങ്ങിയത് കൊണ്ട് ഐറ്റം ഫ്ലോപ്പായി പോയി എനിക്ക്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നിലയിൽ ഞാൻ തന്നെ ചിന്തിക്കുക. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് പോലും അവർ ഷോ കഴിഞ്ഞപ്പോൾ ചോദിക്കേ ഇത്ര നാള് ചെയ്ത ഒരു സാധനം എന്ത് പറ്റി. അപ്പോൾ എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിലല്ല, എൻ്റെ ബ്രെയിൻ തന്നെ എന്നെ കബളിപ്പിച്ചു എന്ന് പറയാം. അപ്പോൾ അതിനുശേഷം പിന്നെ എത്ര വലിയ റിസ്ക് എടുത്താലും ഇതേ രീതിയിലുള്ള കളിക്ക് ഞാൻ നിൽക്കില്ല. ഒരു ദിവസം ഒരു ഷോ 2 ഷോ ഒക്കെ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് നല്ലൊരു ബ്രേക്ക് വേണം. ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ബ്രേക്ക് വേണം. 3 hours ഒന്നും പോരാന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്ക് ചിലപ്പോൾ പ്രോബ്ലം ഇല്ല കേട്ടോ. എൻ്റെ അടുത്ത് ആയതുകൊണ്ടാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. എൻ്റെ അനുഭവമാണ് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ചില തിയേറ്റർ ഷോ ചെയ്യുന്ന മെന്റലിസ്റ്റുകൾ പറയുക ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ലോ എന്ന് പറയും. പക്ഷെ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പറ്റിയില്ല അത്. അപ്പോൾ അത് സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ പരിപാടികൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ആളുകൾ, പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. പിന്നെ എൻ്റെ ഓഡിയൻസ് തന്നെയാണ്, എന്നെ സ്ഥിരമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണ്, എൻ്റെ വീഡിയോ കാണുന്നവരാണ്. പിന്നെ എൻ്റെ ഷോയുടെ ടൈറ്റിൽ തന്നെ ട്രിക്സ് മാനിയ എന്നാണ്. നമുക്ക് യാതൊരു അവകാശവാദങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ ഇത് കംപ്ലീറ്റ് ട്രിക്സ് ആണെന്ന് എക്സ്പോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. ആദ്യമേ പറയാറുണ്ട് ഇതുപോലെ ചിലപ്പോൾ സക്സസ് ആവാം, അല്ലാതെ നമ്മള് മാജിക് പോലെയല്ല ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എല്ലാം നമ്മൾ ഓഡിയൻസിൽ നിന്ന് കയറി വരുന്ന ഒരാളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ സംസാരത്തിൽ നമ്മൾക്കുണ്ടാവുന്ന നമ്മളുടെ ബ്രെയിനിൽ ചെറിയൊരു തെറ്റുകളൊക്കെ സംഭവിക്കാമല്ലോ, മനുഷ്യനല്ലേ. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെന്റലിസത്തിൽ. എപ്പോഴും നമുക്ക് 100% ഒരിക്കലും മെന്റലിസം പെർഫോമൻസ് ഉറപ്പുവരാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ എൻ്റെ ഒരു തിയേറ്റർ ഷോയുടെ ഒരു ആഡ് കണ്ടിട്ട് ഓഡിയൻസ് വരുന്നു. ഇന്ന് വരെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഓരോ വേദിയും ഓരോ രീതിയിലായിരിക്കും. കാരണം ഇന്നിപ്പോൾ ഈ വേദിയിൽ ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്നവർ എല്ലാവരും ആരും ചിരിക്കാനും കൈയടിക്കാനും ഒക്കെ മടിയുള്ള ആളുകളാണ്. സപ്പോർട്ടീവ് ഓഡിയൻസ് അല്ലാന്നുണ്ടെങ്കിൽ തീർന്നു. പിന്നെ ഞാൻ 2 മണിക്കൂർ തുടർച്ചയായിട്ട് സംസാരിച്ച് ചെയ്യുന്ന ഒരു ഷോ അല്ലേ. അവരും ഇന്ററാക്റ്റീവ് ആയിരിക്കണം. അവരും നല്ല രീതിയിൽ ഞാൻ പറയുന്ന കോമഡിക്ക് ചിരിക്കുകയും അത്ഭുതം കണ്ടാൽ കൈയടിക്കുകയൊക്കെ ചെയ്യുന്ന ഓഡിയൻസ് ആണെങ്കിലാണ് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്കും വീണ്ടും വീണ്ടും അതിനേക്കാൾ മുകളിൽ ഗ്രാഫ് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതല്ല ആരും ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലാണ് ഇരിക്കണമെങ്കിൽ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പെർഫോം ചെയ്ത് ഇതെങ്ങനെയെങ്കിലും തീർക്കാന്നുള്ളൊരു മൈൻഡായിരിക്കും പിന്നെ എനിക്ക്. അത് ചെയ്ത് അവസാനിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവർ രസകരമായിട്ട് പോവുകയാണെങ്കിൽ 2 മണിക്കൂർ ഷോ എന്നുള്ളത് ചിലപ്പോൾ 2:30 ആവും, ചിലപ്പോൾ 3 ആവും, 3:30 ആവും. അങ്ങനെ അത്രയും ടൈം വരെ പോയ ഷോകളുണ്ട്. പോകുമ്പോൾ ഇന്ന് പലരും 1000 രൂപ മുതൽ
ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്ര 1000 രൂപയ്ക്ക് പഠിക്കാന്ന് ഇപ്പൊ പലരും അതിപ്പോൾ ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പെർഫോമൻസ് ലെവലിൽ അയാൾക്ക് ശ്രദ്ധ നേടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തനിക്ക് അറിയാവുന്ന ഈ ഒരു കാര്യം ആളുകൾ അതെങ്ങനെ സെയിലാക്കാം, ബിസിനസ് ആക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആളുകൾ. പക്ഷെ അവര് ഇത് ആരെയും നിങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ പഠിക്കരുതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇത് പഠിക്കുന്നവരിൽ എത്ര ആളുകൾ ഇത് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. കാരണം ഇന്ന് പല ക്ലാസ്സുകളുടെയും അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുമ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന പല ആളുകളും ഇത് ദുരുപയോഗം ചെയ്യാൻ പഠിക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് 1-2 ആളുകൾ അത്തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർ സാധാരണ ഈ മേഖലയിൽ കുറച്ച് പ്രശ്നം ഉള്ള ആളുകളാണ്. അവരൊക്കെ ഇതിനകത്ത് ഭാഗമായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്തല്ല ഇത്തരം കലകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിച്ചേരുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് ദുരുപയോഗം ചെയ്യും. ദുരുപയോഗം ചെയ്യുമ്പോൾ ഇത് എന്താ ബുദ്ധിമുട്ടിലാവുന്ന ആരാണെന്നറിയോ? ഇവരുടെയൊക്കെ ചൂഷണത്തിന് വിധേയരാവുന്നത് രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ. ഇവരാണ് ഇത്തരത്തിലുള്ള അത്ഭുത സിദ്ധിക്ക് പുറകിൽ പോകുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ്, അപ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു കാലത്ത് ഹിപ്നോസിസും കാര്യങ്ങളൊക്കെ പല ആളുകളും യൂസ് ചെയ്തിരുന്നത്. അവരെയാണ് നമ്മൾ സിദ്ധന്മാർ, ആൾദൈവങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ. പക്ഷെ ഇന്ന് ഒരു കാര്യം ഓർത്തു കഴിഞ്ഞാൽ നല്ലതുണ്ട്, ഗുണമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നിലനിൽപ്പില്ലാതെ, കാരണം ഇന്നിപ്പോൾ എല്ലാവരും ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ മെന്റലിസത്തിലേക്ക് ഇറങ്ങുന്ന കാലഘട്ടം 2014-15 കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്താണ് മെന്റലിസം എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ മെന്റലിസമാണ് പെർഫോം ചെയ്യുന്നത് പറയുമ്പോൾ അന്നില്ല, ആകെ ഞങ്ങൾ 2-3 ആളുകളെ ഉള്ളൂ ഇവിടെ പെർഫോം ചെയ്യുന്ന. അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് എന്താണ് മെന്റലിന് ട്രീറ്റ് ചെയ്യുന്നതാണോ എന്നാൽ, അപ്പോൾ നമ്മൾ പറയും ഇത് അങ്ങനെയല്ല, ഇത് മാജിക്കിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ്, ഇതിങ്ങനെയാണ്, പെർഫോമിംഗ് ആർട്ടാണ്, ഇങ്ങനെയാണ്, ഒരു മൈൻഡ് റീഡ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എന്നാൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മനസ്സോടെയാണ് ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെറിയ 1-2 ഷോസൊക്കെ നമ്മൾ അന്ന് ചെയ്തിരുന്നത്. പിന്നെ അത് കോവിഡിന് ശേഷം ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഇപ്പോൾ മെജീഷ്യൻസ്, ഇപ്പോൾ മാജിക്കിൻ്റെ ഒരു സാധ്യത കുറച്ച് മങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാജിക്കിൻ്റെ ഒരു എന്താ പറയുക പരിണാമം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മാജിക്കിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ മാജിക് തന്നെയാണല്ലേ ഒരു കൈൻഡ് ഓഫ് മാജിക്കും ഇതും രണ്ടും പ്രസന്റേഷനിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് ഇപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുമ്പോഴാണ് ഈ മേഖലയിൽ വരുന്നത്. അന്ന് ഞാൻ പ്രെഡിക്ഷൻ എന്ന പേരിൽ, അതായത് ഇപ്പോൾ ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഞാൻ മുൻകൂട്ടി പ്രവചിച്ച് വെക്കുന്ന എഫക്റ്റുകളൊക്കെ അന്ന് മാജിക്കിൽ ചെയ്തിരുന്നു. പക്ഷെ ഇന്നത് മാജിക് എന്നുള്ള പേരിലല്ല, മെന്റലിസം എന്ന പേരിൽ അവതരിപ്പിക്കുന്നു. സെയിം എഫക്റ്റുകൾ തന്നെ, ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട കാര്യം അയാളെ കൊണ്ട് തോന്നിപ്പിക്കുക, അങ്ങനെയുള്ള എഫക്റ്റുകളാണ് കൂടുതലും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് മാജിക് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാജിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മാജിക് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ പ്രാവിനെ എടുക്കുക, അല്ലെങ്കിൽ മിഠായി എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതല്ലേ. അപ്പോൾ മാജിക് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് അങ്ങനെയല്ലേ. അതെ. പക്ഷെ അതല്ല മാജിക്. മാജിക്കിൻ്റെ ഹിസ്റ്ററിയും ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുള്ള, അനന്തമായ സാധ്യതകളുള്ള വലിയൊരു മേഖലയാണ് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പഴയ ഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കിയാൽ തന്നെ, പുരാണങ്ങളിലും ഒക്കെ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, കൊട്ടാരങ്ങളിൽ മാന്ത്രികന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പല ഇതിലും പറഞ്ഞു പോകുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു കലയാണ്. ഇതിന് വളരെ വലിയൊരു സാധ്യതയുണ്ട്. നിങ്ങൾ കാണുന്ന പ്രാവിനെടുക്കുന്നതോ മിഠായി എടുക്കുന്നതോ അങ്ങനെയുള്ള പൂ എടുക്കുന്നതോ ഒന്നുമല്ല മാജിക്കിൽ വരുന്നത്. അതിൻ്റെ ഒരു വകഭേദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് മെന്റലിസം എന്ന് പറയുന്നത്. ഈ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1000 രൂപ എന്ന് പറഞ്ഞല്ലോ, ആ 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്കും പഠിപ്പിച്ചു പഠിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പം പറഞ്ഞിരുന്നു അത് അവർ ബിസിനസ് ആക്കുന്നതാണ്, സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അവിടെ നിൽക്കുന്നു. അപ്പോൾ പഠിച്ചെടുക്കുന്നവർക്ക് ഇപ്പം ഈ ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണല്ലോ. ഇത്ര സിമ്പിളാണോ? അപ്പോൾ ഇവർ 1000 രൂപയ്ക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ സംഭവം? അല്ല, ഇത് നമുക്ക് പോയിട്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിപ്പോൾ ഒരു ഹിപ്നോട്ടിസം ഇപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബ്രെയിൻ ടെസ്റ്റ് വരും. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഞാൻ സത്യത്തിൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഞാനിത് കണ്ട് മനസ്സിലാക്കി പഠിക്കുന്ന ആളാണ്. എൻ്റെ ബേസ് എന്ന് വെച്ചാൽ മാജിക്കിൽ എനിക്ക് എൻ്റെ ഗുരുവായിട്ടുള്ള അശോകൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരാളാണ്. അദ്ദേഹം ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു 4-5 മാജിക്കിൻ്റെ ഒരു ബേസ് മാത്രമാണ് എനിക്കുള്ളത്. പിന്നെ എനിക്ക് അതിലാണ് എൻ്റെ ഒരു സ്കില്ലുള്ളത് അതിലായിരിക്കാം. ചിലപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാവും അതിങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ പഠിച്ചെടുത്താൽ, അതല്ലാതെ ബാക്കിയുള്ള മെന്റലിസത്തിനോ അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിനോ ഒന്നും എനിക്ക് അങ്ങനെ വേറെ ഗുരുക്കന്മാരോ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ തന്നെ പഠിച്ചെടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എപ്പോഴും ഒരാളെ നമ്മൾ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കുകയാണെങ്കിൽ നമ്മളൊരു ബ്രെയിൻ ടെസ്റ്റ് കൊടുക്കും. ഇപ്പോൾ എൻ്റെ സ്റ്റേജിലാണെങ്കിൽ ഇപ്പോൾ ഒരു 1000 പേര് കാണാൻ വന്നാൽ എനിക്ക് അതിനകത്ത് നിന്ന് വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കുന്ന ആളുകളെ നമുക്ക് കിട്ടുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന ആളുകളൊന്നും ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് അനുഭവിച്ചറിയണം എന്നുള്ള ആ ഒരു ചിന്തയുള്ള ആൾ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് നമ്മൾ നൽകുന്ന സജഷൻസ് സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമാണ് അതൊക്കെ നടക്കുള്ളൂ. എന്നെ നിങ്ങൾ ഹിപ്നോട്ടിസം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ചെയ്യണം അത്ര ആഗ്രഹമുള്ളവരാണെങ്കിൽ അതെ 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 പറ്റും. ഈ മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇപ്പോൾ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഇപ്പം ശ്രദ്ധ പിടിച്ചു പോകുന്നത് നമ്മുടെ ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തിട്ട് ഇതേപോലെ മരിച്ചുപോയ ആരെങ്കിലോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെയോ അങ്ങനെ ആരെങ്കിലും തൊട്ട് ഫ്രണ്ടിനെ ഒക്കെ കാണിക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ കൂടുതലും മെൻ്റലിസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വൈറലാവുന്നത്. ശരിക്കും എന്താണ് ഇതെങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ വല്ലതും ആണോ അതോ സയൻസ് ആണോ ഇതിൻ്റെ പിന്നിൽ പ്യുവറായിട്ടും? അല്ല, ആക്ച്വലി ഇത് എന്താ പറയുക, അങ്ങനെ ഞാനെപ്പോഴും എൻ്റെ പ്രോഗ്രാമിലും അല്ലെങ്കിൽ എൻ്റെ ഒരു ചാനൽ, യൂട്യൂബിൽ എൻ്റെ ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ സമൂഹത്തിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഇതാണ്. അതായത് മനുഷ്യൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ, ഇതിൻ്റെ പിന്നിലൊന്നും യാതൊരു തരത്തിലുള്ള അത്ഭുത സിദ്ധികളോ അമാനുഷികമായ കാര്യങ്ങളോ ഒന്നും അതിന് പിന്നിലില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാരണം ഇതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ ആ കാരണത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്കും കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ സയൻസ് എന്നോ ശാസ്ത്രമെന്നോ ഒക്കെ വിളിക്കാം. ഇപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം ട്രിക്സ് ആണെന്ന് പറയും. ട്രിക്സ് എന്ന് പറയുന്നത് കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്സ് അന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് സാധാരണക്കാർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ട്രിക്സ് ആണെന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഷോയുടെ ടൈറ്റിൽ തന്നെ ട്രിക്സ് മാനിയ എന്നാണ്, അത് കംപ്ലീറ്റ് ട്രിക്സ് ആണെന്നാണ്. പക്ഷേ ഇത് ഒരുപാട് പരിശീലനം ഇതിൻ്റെ പിന്നിൽ ആവശ്യമാണ്. അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതല്ലാതെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബ്രെയിനിനെ കുറച്ച് സമയത്തേക്ക് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നത് മാത്രമാണ്. അത് നീണ്ടു നിൽക്കുന്നതല്ല, കുറച്ച് സമയത്തേക്ക് മാത്രം. അത് ആ ഒരു മറ്റുള്ള, അതായത് ഇപ്പോൾ നിങ്ങളാണ് വിധേയനാവുന്നത് അല്ലെങ്കിൽ വിധേയാവുന്നതെങ്കിൽ മുൻപിലിരിക്കുന്ന ബാക്കിയുള്ള കാണികൾ അതുകൊണ്ട് ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കുക, ചിരിക്കുക, രസിക്കുക, സന്തോഷിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൽ ഇപ്പോൾ ഈ ഹിപ്നോട്ടിസം, മെൻ്റലിസം, ഇതിലേതാണ് ഈ ആളുകളെ നമ്മൾ മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നതും? അത് ഹിപ്നോസിസ് ആണ്. അത് ഹിപ്നോട്ടിസത്തിലാണ് അത് ചെയ്യുന്നത്. ആളുകൾ ഇത് കൂടുതലും മെന്റലിസം ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റുണ്ടോ? അങ്ങനെ തെറ്റൊന്നുമില്ല. മെന്റലിസ്റ്റുകൾ ഹിപ്നോട്ടിസം അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഇതൊക്കെ ഒരേ ശാഖ തന്നെയാണ്. അതിൽ വേറെ തെറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഈ ഹിപ്നോട്ടിസം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങളുടെ മൈൻഡിനെ അത് ബാധിച്ചിട്ടുണ്ടോ? അതായത് ഒരാളുടെ സ്റ്റോറി കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം അബുദാബിയിൽ ഒരു ഇപ്പോൾ ലാസ്റ്റ് ഷോ എനിക്ക് അബുദാബിയിലായിരുന്നു. അബുദാബിയിൽ ഞാൻ ഷോ പെർഫോം ചെയ്യുന്ന സമയത്ത് അത് ഹിപ്നോട്ടിസം അല്ല, മെൻ്റലിസത്തിൻ്റെ ഒരു എഫക്റ്റ് ആയിരുന്നു. ഓഡിയൻസിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ മനസ്സിൽ വിചാരിക്കാനുള്ളൊരു നിർദ്ദേശം കൊടുക്കും. ആരെയും വിചാരിക്കാം. അപ്പോൾ വന്ന ഒരു ലേഡി ആയിരുന്നു. അവരൊരാളെ മനസ്സിൽ വിചാരിച്ചു. അത് ആ സമയത്ത് അവർ വന്നതിന് ശേഷം അവർക്ക് വിചാരിക്കാം. അതിന് കുറേ എന്താ പറയുക, അതിന് ആ ഒരു ആക്ട് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ലൈവ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ അവർ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അവർ വിചാരിച്ചത് ആക്ച്വലി അവരുടെ മരിച്ചുപോയ മകനായിരുന്നു. ആക്സിഡൻറ്റിൽ വളരെ കുറച്ച് നാളുകൾക്ക് മുൻപ് മരിച്ചുപോയ വളരെ പ്രായം കുറഞ്ഞ ഒരു 16-17 വയസ്സുള്ള മകനെയായിരുന്നു മനസ്സിൽ വിചാരിച്ചത്. പിന്നെ സ്റ്റേജിൽ കുറച്ച് ഇമോഷണൽ ആ ഒരു രീതിയിലേക്ക് ആയിപ്പോയി. സ്റ്റേജിൽ ഭയങ്കരമായിട്ട് അവർ കരഞ്ഞു. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അത് അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ പിന്നെ ഓഡിയൻസ്, കണ്ടു നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും കരഞ്ഞു. അങ്ങനെ അത് വല്ലാത്തൊരു എന്താ പറയുക, അവരുടെ ആ മകനെ അന്ന് എൻ്റെ ഓഡിയൻസ് ഇപ്പോൾ ഒരു 1000 പേര് അന്ന് കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഓർക്കാനും അല്ലെങ്കിൽ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു എങ്കിൽ പോലും അത് വല്ലാത്തൊരു മാനസികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഷോ കഴിഞ്ഞിട്ടും അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അതിൻ്റെ ഒരു വേദന, കാരണം അവരത് എങ്ങനെയാണ് അവർ മരണം സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് അവിടെ പറഞ്ഞു അവർ. അപ്പോൾ അതെല്ലാവർക്കും വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ആഫ്റ്റർ കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഷോ കഴിഞ്ഞതിന് ശേഷം അവർ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങൾ കുറേ സമയം സംസാരിച്ചു. അതിൽ പെർഫോം ചെയ്തിരുന്ന ആ ഒരു വേദിയിൽ, ആ പെർഫോം ചെയ്തിരുന്ന ആ വേദിയിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന 1-2 കാര്യങ്ങൾ അവർക്ക് വേണമെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനകത്ത്. അതെ, അവരുടെ മൈൻഡ് ഒന്ന് ഓക്കെ. അതാണ് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത്. അതെ. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് കോൺടാക്ട് ഉള്ള ആളുകളും ഉണ്ടല്ലേ? ഉണ്ട് ധാരാളം. അവരുടെ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ
അടിപൊളി. അങ്ങനെ അവർക്കൊരു കെയർ ഞാനായിട്ട് കൃത്യമായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊരു അവയർനെസ്സിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇങ്ങനെയുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, മനസ്സിലാക്കി കൊടുത്തു, ഇത് യാതൊരു തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ പവറുകളോ അല്ലെങ്കിൽ മകൻ്റെ ആത്മാവ് വന്ന് പറയിപ്പിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ആക്ട് മാത്രമാണ്. ഈ നമ്മൾ എല്ലാവരും കൂടുതലും മലയാളി ഓഡിയൻസ് ഒരു സിനിമയിലൂടെ കംപ്ലീറ്റ്ലി ഒരു മെൻ്റലിസ്റ്റിനെ കാണുന്നത് നമ്മുടെ പ്രേതം സിനിമയിലാണ്. അതിനകത്ത് കാണിക്കുന്ന ഒരു മെൻ്റലിസ്റ്റ് അത് കംപ്ലീറ്റ്ലി 100% റിയൽ മെൻ്റലിസ്റ്റ് ലൈഫുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. എന്താ അതിനകത്ത് എന്താ അതിൽ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണല്ലോ ഒരു മെന്റലിസ്റ്റ് ഒരിക്കലും അത് അംഗീകരിക്കാത്ത കാര്യമാണോ? ഒരു മെന്റലിസ്റ്റും എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അടുത്താണ് ചോദ്യം വന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, അതിനെപ്പറ്റി നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്ന് വരെ. കാരണം അതിനെപ്പറ്റി ഒരുപാട് അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് വരെ അത് വ്യക്തികളുടെ അനുഭവങ്ങൾ മാത്രമാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ പേരിൽ പോകും, കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ പല വ്യക്തിഗതമായിട്ടുള്ള അനുഭവങ്ങളുള്ള ആളുകൾ പറയും എനിക്ക് അനുഭവം ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അത് ഒരിക്കലും അത് അവരുടെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതേ രീതിയിൽ തന്നെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് അവരുടെ ഇത്തരത്തിലുള്ള ഗോസ്റ്റിനെ കണ്ടു എന്ന് പറയുന്ന സംഭവങ്ങൾ. അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അതിൽ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലും അത് വന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നു, ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ അത്. സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം, ആസ്വദിക്കാം. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നുമില്ല. മെന്റലിസ്റ്റിന്റെ ജോലിയൊന്നും അല്ല അത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം നേരിട്ട് കാണാൻ പറ്റുന്നുള്ളൊരു കാര്യം. നിങ്ങളും വരും, എന്തായാലും ഉറപ്പായിട്ടും വരും. അപ്പോൾ എന്തായാലും ആ ഒരു ഷോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള എല്ലാ ഷോസും ഒരുപാട് ഷോസ് ഇനിയും ചെയ്യാൻ പറ്റട്ടെ. എല്ലാ ഷോസും അടിപൊളിയായിട്ട് പോകട്ടെ. ഇനിയും നല്ല ഒരുപാട് ട്രിക്സ് ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.